ഹലോ, ഇന്ന് നമ്മൾ ക്രഞ്ചി ആയിട്ടുള്ള അടിപൊളി ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ബീഫ് ചില്ലി അല്ല, ചില്ലി ബീഫും അല്ല, വെറൈറ്റി ആയിട്ടുള്ളൊരു ബീഫ് റെസിപ്പിയാണത്. ശരിക്കും ബീഫ് ഫ്രൈ തന്നെയാണ്, എന്നപ്പോൾ ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബീഫ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇപ്പോൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പോലെ എനിക്ക് കട്ട് ചെയ്തിട്ടാണ് ബീഫ് കിട്ടിയത്. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വേവിക്കുന്നത്. ഇനി നമുക്ക് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം സാധാരണ പോലെ അത്യാവശ്യം ഒരു ബിരിയാണിക്കൊക്കെ ഉള്ള ആ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ചില്ലി ബീഫൊക്കെ ആയാലും അങ്ങനെ തന്നെയാണല്ലോ, ആദ്യം ഒന്ന് വേവിക്കുമല്ലോ, അതുപോലെ വേവിക്കുകയാണ് കുക്കറിൽ. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മല്ലി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മല്ലി ഇടുന്നുണ്ട്. മല്ലി പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വേറെ ഇടുന്നില്ല. പിന്നെ 1 ടീസ്പൂൺ, ഒരു 1-1.5 ടീസ്പൂണൊക്കെ ഇടാം, കാശ്മീരി മുളക് പൊടിയാണ്. സാധാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് ചതച്ചതാണ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ ബീഫിലേക്കാണ് കേട്ടോ. ഇതെല്ലാം കൂടിയാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇത്രയും കൂടി ചേർത്തിട്ടാണ് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വേറെയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ഒരു 2 ടീസ്പൂണൊക്കെ മതി. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് നമുക്ക് കുറവുണ്ടെങ്കിൽ പിന്നെ ഇടാനുള്ള അവസരമുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുക്കറിൽ. ഇത് വെന്ത് വരുമ്പോൾ അത് തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഈ മസാലയൊക്കെ ഇതിലേക്കൊന്ന് പിടിപ്പിക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അത്രേ ചെയ്യേണ്ടുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുക്കർ അടച്ച് അടുപ്പിൽ വെക്കുക. വെന്ത് വരുമ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം നന്നായിട്ട് വാർത്തതിന് ശേഷം വേണം കേട്ടോ കുക്കറിലേക്ക് ഇടാൻ. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വിറകടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. ഏതടുപ്പായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ചെയ്യണത് അങ്ങനെയാണ്. ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം നമുക്ക്. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തീരെ കുഞ്ഞായിട്ട്, നമ്മുടെ പുളിങ്കുരുവിൻ്റെ ഒക്കെ വലുപ്പത്തിൽ തീരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ കട്ട് ചെയ്യണത്. നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. ചെറുതായിട്ട് കിടക്കുന്ന രീതിയിൽ വേണം. അപ്പോൾ ചില്ലി ബീഫൊക്കെ നീളത്തിലായിരിക്കും, ഇത് അങ്ങനെയല്ല, തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാമല്ലോ. തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. ഞാൻ എല്ലുള്ള പീസൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. 1 കിലോ ബീഫിൽ നിന്ന് എല്ലുള്ള പീസൊക്കെ മാറ്റി വെച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. 1.5 ടീസ്പൂൺ വേണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ചുവന്നുള്ളി നമ്മൾ ഇവിടെ ഇടുന്നില്ല. 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, എരിവ് ഇഷ്ടമുള്ളവർക്ക്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. 1.5 വേണമെന്നുള്ളവർക്ക് ഇടാം. എരിവ് കുറവ് വേണമെന്നവർക്ക് അങ്ങനെയും ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാൽ പോലും ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഈ മസാലയിലേക്ക് കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും. വിനീഗർ ഒരു 2 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം ഒന്ന് നനഞ്ഞ് വരത്തക്ക രീതിയിൽ ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയിട്ടാണ്. ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇട്ടത് കസൂരി മേത്തിയുടെ പൊടിയാണ്. അത് നിർബന്ധമൊന്നുമില്ല. കോൺഫ്ലവർ ആണ്, 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി എല്ലാം കൂടി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കോൺഫ്ലവറിൻ്റെ ആ കോട്ടിംഗ് ഒക്കെ ഓരോ പീസിലേക്കും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, നല്ലതാണ്. വെളുത്തുള്ളി തൊലിയോടുകൂടി ഞാൻ ചതച്ചെടുത്തു. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. തൊലിയോടുകൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വേണം അത് അതിലേക്ക് ഇടാൻ. തൊലി കളയണ്ട. അത് നമുക്ക് വെറുതെ ആ ഒരു അതിൻ്റെ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, അതൊരു ടേസ്റ്റാണ്, അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ, നിർബന്ധമില്ല. പക്ഷേ ബീഫ് ഫ്രൈയിൽ അതങ്ങനെ കിടക്കുമ്പോൾ ഒരു ടേസ്റ്റാണത്.
നമ്മൾ മൊത്തത്തിലുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ആദ്യം ഒഴിച്ചത്. ഇനി കുറവ് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു. മൊത്തം ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ലാസ്റ്റ് എണ്ണയൊന്നും ബാക്കിയില്ലാത്ത രീതിയിൽ വേണം ഒഴിക്കാൻ. ഇപ്പോൾ 2 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നേ ഉള്ളൂ, എരിവ് കൂടുമൊന്നുമില്ല. പിന്നെ കാണാനൊരു ലുക്കാണ്, അത്രയേ ഉള്ളൂ. വേണ്ടവർക്ക് അതെടുത്ത് കടിക്കുകയും ചെയ്യുക ബീഫ് കഴിക്കുമ്പോൾ, നിർബന്ധമൊന്നുമില്ല അത്, പക്ഷേ ഒരു ടേസ്റ്റാണ് അതൊക്കെ. ഇനി നമ്മൾ ഒരുപാട് എണ്ണയൊന്നുമില്ല, അപ്പോൾ തന്നെ ഇപ്പോൾ കണ്ടോ ഒരു കളർ മാറി നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായി വരുന്നവരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷേ നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യണത്. ചില്ലി ബീഫൊക്കെ ആണെങ്കിൽ നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യണത്. നിറയെ എണ്ണ ഒഴിച്ചിട്ട് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല, ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചു. ഇനി തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്. ഫ്രൈ ചെയ്ത് നമ്മൾ ബീഫ് അതിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ ഒട്ടും എണ്ണ ബാക്കിയില്ലാത്ത അതുപോലെ വേണം ചെയ്യാൻ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു 10-15 മിനിറ്റെങ്കിലും വേണം ഇളക്കി എടുക്കണം. കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ഒക്കെ ആ സമയം കൊണ്ട് ഒന്ന് ഫ്രൈ ആയി വരും. വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കും. കുറച്ചധികം സമയം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം നമ്മൾ ഒരുമിച്ചാണ് ഇട്ടത്, മാത്രമല്ല കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ വലിയ ചട്ടിയിലാണ് ഇട്ടതെങ്കിൽ പെട്ടെന്നാവും. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഡാർക്ക് കളറിലാണുള്ളത്. റെഡ് കളർ കുറച്ച് വന്നിട്ടുള്ളത് നമ്മൾ കാശ്മീരി ചില്ലിയുടെയാണ്. ഇപ്പോൾ സെർവ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണത്. ഈസിയാണ്, ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യണില്ല. പൊതുവേ ഞാൻ ഓയിൽ വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ബീഫൊക്കെ ആകുമ്പോൾ ഒരുപാട് ഫാറ്റ് അത് തന്നെ ഉള്ളതാണ്. അപ്പം നമ്മൾ പരമാവധി എണ്ണ കുറച്ചിട്ട് ക്രഞ്ചി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്